വീണ്ടും ഒരു വസന്തം കൂടി. ഭാഗം 21. രചനാ സംഭാഷണം രുദ്രപ്രിയ. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾക്ക് നാണം തോന്നി. പൂർണ്ണ നഗ്നയായി സത്യയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടപ്പാണ്. എഴുന്നേൽക്കാൻ ശ്രമം നടത്തുമ്പോൾ സത്യയുടെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കുന്നു. എവിടേക്കാ പെണ്ണെ ഈ വെളുപ്പാങ്കാലത്ത്? കുറച്ചു നേരം കൂടി ഇങ്ങനെ കിടക്കാം. അവളെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്ത് നന്ദുവിൻ്റെ മാരടങ്ങൾ സത്യയുടെ നെഞ്ചിൽ ഞെരിഞ്ഞു. നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല സുഖം. അവൾ അവൻ്റെ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് കോറി വരച്ചു. അതേ ഏട്ടാ, ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, കൃഷ്ണൻ്റെ അമ്പലമാണ്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാമോ? ഏട്ടനും വരുമോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനും കൂടെ വരണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്. എന്നാൽ പിന്നെ പോയേക്കാം. അവൾ സത്യയുടെ മാറിൽ ചുണ്ടു ചേർത്തു. അതേ, രാവിലെ എൻ്റെ മൂഡ് മാറ്റാനുള്ള പുറപ്പാടാണോ? അമ്പലത്തിൽ പോവണ്ടേ? വേണം. അവൾ വേഗം അവനെ തള്ളി മാറ്റി. ഇങ്ങനെ തള്ളല്ലേ പെണ്ണേ, ഞാൻ നിലത്ത് വീഴും. സോറി. അവൾ പുതച്ചിരുന്ന ബെഡ്ഷീറ്റ് വലിച്ചു മൂടിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. അത് മാറിന് മുകളിൽ കെട്ടിവെച്ച് നിലത്ത് ചിതറിക്കിടന്ന സത്യയുടെ ഡ്രസ്സും എടുത്ത് കുളിച്ചു മാറാൻ പോയി. അവൻ വേഗം ഒരു ടവലെടുത്തെടുത്തു. ഈ പെണ്ണിൻ്റെ കാര്യം. ജനൽ തുറന്നു പുറത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. പാടവും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. ശരീരത്തിനും മനസ്സിനും ആകെ ഒരു തരിപ്പ്. തലേന്നത്തെ രാത്രിയെക്കുറിച്ച് ഓർത്തപ്പോൾ ചുണ്ടിൽ പുഞ്ചിരി തത്തിക്കളിച്ചു. അപ്പോഴേക്കും നന്ദു കുളി കഴിഞ്ഞ് ഈറൻ മാറ്റി. ഏട്ടൻ വേഗം പോയി കുളിച്ചിട്ട് വന്നേ, അമ്പലത്തിൽ പോകാം. ഇടാനുള്ള ഡ്രസ്സ് ഞാൻ എടുത്ത് വയ്ക്കാം. പിന്നെ താൻ ഇന്നലെ ഇട്ടിരുന്ന പോലെയുള്ള ഡ്രസ്സില്ലേ ധാവണി, അത് ചുറ്റിയാൽ മതി. ആ ഡ്രസ്സിൽ തന്നെ കാണാൻ സൂപ്പറാണ്. സത്യയുടെ വർത്തമാനം കേട്ടപ്പോൾ പെണ്ണിൻ്റെ മുഖം ചുവന്നു. അരമണിക്കൂർ കഴിഞ്ഞതും രണ്ടുപേരും റെഡിയായി ഇറങ്ങി. എവിടേക്കാ മക്കളെ ഇത്രയും രാവിലെ? ശിവൻ്റെ ആയിരുന്നു ചോദ്യം. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാൻ വല്യച്ഛ. കൃഷ്ണൻ്റെ അമ്പലത്തിലാണോ മോളെ? എങ്കിൽ പിന്നെ നിങ്ങൾ നടക്കേണ്ട. രമേശൻ്റെ ബൈക്ക് ഇരിപ്പുണ്ടല്ലോ, അതിൽ പോയാൽ മതി. നന്ദു സത്യയുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ വന്നത് കാറിലല്ലേ? അങ്ങോട്ടുള്ളത് ഇടുങ്ങിയ വഴിയാണ്, കാറ് പോകില്ല. അതുകൊണ്ടാണ് വല്യച്ഛൻ ബൈക്കിൽ പോകുന്ന കാര്യം പറഞ്ഞത്. അതിനെന്താ വല്യച്ഛ, ബൈക്കിൽ പോകാം. അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്കണേ, ഞങ്ങൾ വേഗം പോയിട്ട് വരാം. രണ്ടുപേരും സന്തോഷത്തോടു കൂടി പോകുന്നത് കണ്ടപ്പോൾ തന്നെ ശിവൻ്റെ മനസ്സ് നിറഞ്ഞു. അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആവശ്യത്തിൽ തിരക്കായിരുന്നു. നന്ദു വഴിപാട് കൗണ്ടറിൽ പോയി രസീതെടുത്തു. തൃക്കൈ വെണ്ണയ്ക്കും മഞ്ഞപ്പട്ടിനും തുളസിമാലയ്ക്കും നെയ്വിളക്കിനും എല്ലാം ഷീട്ടാക്കി തൃപ്പടിമേൽ കൊണ്ടുവച്ച് തൊഴുതു പ്രാർത്ഥിച്ചു. കൃഷ്ണ ഭഗവാനെ രക്ഷിക്കണേ. മറവിയുടെ ലോകത്തിലാണ് എൻ്റെ ഏട്ടനിപ്പോൾ. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ഓർമ്മയിലേക്ക് തിരികെ എത്തുമ്പോൾ ഈ ഉള്ളവളെയും മറക്കാതെ ചേർത്ത് പിടിക്കാൻ അനുഗ്രഹിക്കണേ. ഈ സ്നേഹം എനിക്ക് നഷ്ടമാക്കല്ലേ. ഉള്ളൊരുക്കി അവൾ പ്രാർത്ഥിച്ചു. അവളുടെ ഒപ്പം സത്യയും പ്രാർത്ഥനയിൽ മുഴുകി. എൻ്റെ ഇന്നലകൾ എന്നെ വിട്ട് പൂർണ്ണമായും അകന്നുപോയി. ഇന്നിലാണ് എൻ്റെ ജീവിതം. ഞാനതിൽ എൻ്റെ പ്രാണനോട് ചേർത്ത് വെച്ചവളെ പിരിയാൻ ഇടവരുത്തരുതേ കൃഷ്ണ. പ്രദക്ഷിണം കഴിഞ്ഞ് രണ്ടുപേരും ദീപാരാധനയും തൊഴുത് വഴിപാട് പ്രസാദവും വാങ്ങി തിരികെ വീട്ടിലെത്തി. ഡ്രസ്സും മാറി താഴേക്ക് വരുമ്പോൾ അമ്മ കഴിക്കാൻ ഇഡലിയും ചട്നിയും സാമ്പാറും എടുത്തു വെച്ചിരിക്കുന്നു. രണ്ടുപേരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് അമ്മയും അച്ഛനും സന്തോഷത്തോടെ നോക്കിയിരുന്നു. ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ ആൾക്കാർ നിൽപ്പുണ്ട്. വലിയൊരു മണ്ഡപം തന്നെ എൻഗേജ്മെൻറ്റിനായി ബുക്ക് ചെയ്തു. വിക്രമനും നിരഞ്ജനും നിർമ്മലും കൂടി അതിഥികളെ അകത്തേക്ക് ക്ഷണിക്കുന്ന തിരക്കിലാണ്. ബിസിനസ് ഫീൽഡിൽ നിന്നുള്ളവരും ബന്ധുക്കളും സ്വന്തക്കാരുമായി ഒരുപാട് പേര്. ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ശ്രാവണിൻ്റെ ഫ്രണ്ട്സും നീലുവിൻ്റെ ഫ്രണ്ട്സും അങ്ങനെ മൊത്തം കളറാണ്. ചടങ്ങുകൾ തുടങ്ങാൻ സമയമായി. ശ്രാവണും നീലുവും മണ്ഡപത്തിലിരുന്നു. പൂജാരി പറഞ്ഞതനുസരിച്ച് നിലവിളക്കിന് മുന്നിലിരിക്കുന്ന ഇരുവരും സദസ്സിനെ വണങ്ങി. നീലുവിൻ്റെ അച്ഛനും ശ്രാവണിൻ്റെ അമ്മാവനും ചേർന്ന് ജാതകങ്ങൾ കൈമാറി. ആ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ വിക്രമ മോതിരമെടുത്ത് രണ്ടുപേരുടെയും കയ്യിൽ കൊടുത്തു. രണ്ടുപേരും പരസ്പരം മോതിരമണിയിച്ചു. അവിടെ ആകെ കയ്യടി ശബ്ദം ഉയർന്നു കേട്ടു. ഇതിപ്പോൾ എവിടെ എന്ത് ഫംഗ്ഷൻ നടന്നാലും ഈ ഒച്ചപ്പാടും ബഹളവുമാണ്. വിക്രമക്കുറുപ്പ് ഭാര്യയോട് പറഞ്ഞു. നീലുവും നിരഞ്ജനും നിർമ്മലും ദിയയും ഒരേ കളർ ഡ്രസ്സാണ്. ഫോട്ടോഗ്രാഫർമാർ ഇടിച്ചു കയറി. ബന്ധുക്കൾ മാറിയിരുന്ന് മുറുമുറുക്കാൻ തുടങ്ങി. ആർക്കും മോതിരം മാറ്റി ചടങ്ങൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫർമാരെയും കൊണ്ട് മണ്ഡപം നിറഞ്ഞു. സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന TV-യിലൂടെയാണ് എല്ലാവരും ചടങ്ങുകൾ കണ്ടത്. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. ഭക്ഷണം കഴിക്കാനും വലിയ തിരക്കായിരുന്നു. എത്രയൊക്കെ പൊങ്ങച്ചം കാണിച്ചാലും സദ്യ കഴിക്കാൻ കയറുമ്പോൾ ഉന്തും തള്ളുമില്ലാതെ പറ്റില്ല. 3 കൂട്ട് പായസം ചേർത്തുള്ള അസല് സദ്യ. ചെക്കനും പെണ്ണും ഇപ്പോഴും ഫോട്ടോഷൂട്ടിൽ തന്നെയാണ്. അവിടേക്ക് നോക്കി നിൽക്കാൻ ഏകദേശം 200 ആൾക്കാരുമുണ്ട്.
ചാഞ്ഞും ചരിഞ്ഞും മടിയിൽ കിടന്നും തോളിൽ കിടത്തിയും അയ്യേ ശശി, ഈ പിള്ളേരെന്താ ഈ കാണിക്കുന്നേ? ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുന്നത് പോലും കാണുന്നില്ലേ? എൻഗേജ്മെൻറ്റിന് വന്ന പ്രായമായ ഒരു സ്ത്രീ അവരുടെ മോനോട് ചോദിച്ച ചോദ്യമാണ്. എൻ്റെ അമ്മയെ ഇപ്പോൾ ഇതൊക്കെ ഫാഷനാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഫോട്ടോഷൂട്ട് നടക്കുന്നിടത്ത് വലിയ ഒച്ചയും ബഹളവും കേൾക്കുന്നത് കേട്ടു. നിരഞ്ജനും നിർമ്മലും അവിടേക്ക് പോയി. എന്താ കാര്യം? ഫോട്ടോ എടുക്കുന്ന ക്യാമറാമാൻ്റെ നേരെ തട്ടിക്കയറിക്കൊണ്ട് നിൽക്കുന്ന ശ്രാവണിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇത്രയും നേരം നിങ്ങളൊക്കെ പറയുന്ന രീതിയിൽ നിന്ന് ഫോട്ടോ എടുത്തല്ലോ, മതി. എന്താ ശ്യാം, എന്താ കാര്യം? നിർമ്മൽ ഫോട്ടോഗ്രാഫറുടെ നേർക്ക് തിരിഞ്ഞു. ശ്യാം ഒന്നും മിണ്ടാതെ നിർമ്മലിനെ നോക്കി. ഞാൻ പറയാം, അവനിപ്പോൾ ലിപ് ലോക്കിൻ്റെ സ്നാപ്പ് എടുക്കണം, അതാണിപ്പോൾ ട്രെൻഡെന്ന് ശ്രാവൺ പറഞ്ഞപ്പോൾ നിർമ്മൽ ഫോട്ടോഗ്രാഫറുടെ നേർക്ക് തിരിഞ്ഞു. എന്താടോ ഇതൊക്കെ? ആദ്യമേ ഞാൻ പറഞ്ഞതല്ലേ മാന്യമായ രീതിയിലുള്ള ഫോട്ടോഷൂട്ട് വേണമെന്ന്. ബെഡ്റൂമിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ പരസ്യമായി ചെയ്ത് ഫോട്ടോഷൂട്ട് നടത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, അതിൽ കുറഞ്ഞത് മതി. ശ്രാവൺ നീലുവിൻ്റെ കൈയും പിടിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി. ഇനി അവിടെയും ചെന്ന് ആവശ്യമില്ലാതെ വാങ്ങി കെട്ടിയേക്കരുത് കേട്ടോ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫോട്ടോ വളരെ ശ്രദ്ധിച്ചാണ് എടുത്തത്. അവരവരുടെ അടുത്ത് നിന്നും ഫോട്ടോയും വീഡിയോയും മാറി നിന്ന് എന്ന് കണ്ടപ്പോൾ നീലു ശ്രാവണെ പതിയെ ഞോണ്ടി വിളിച്ചു. അതേ ശിവേട്ടാ, എനിക്ക് ഒരു ഉരുള ചോറ് വാരി വായിൽ വെച്ച് തരുമോ? ശിവന് നീലുവിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ ചിരി വന്നു. അവൻ ചോറും കറിയും ചേർത്ത് കുഞ്ഞുരുളയാക്കി അവളുടെ വായിൽ വെച്ച് കൊടുത്തു. ആ ഫോട്ടോ കൃത്യമായി നിരഞ്ജൻ ക്ലിക്ക് ചെയ്തു. ഞാനൊരു ലിപ്ലോക്ക് പ്രതീക്ഷിച്ചു. അല്പം വിഷാദഭാവത്തിൽ നീലു പറഞ്ഞു. അയ്യേ, അതിന് ഇത്രയും വിഷമിക്കേണ്ട. ക്യാമറയ്ക്ക് മുമ്പിൽ തരില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ കൊച്ചിനെ എപ്പോൾ വേണമെന്ന് തോന്നിയാൽ ശിവേട്ടനോട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം തന്നിരിക്കും, നമ്മുടേത് മാത്രമായ നിമിഷത്തിൽ. അതുപോരെ? പ്രണയം നിറച്ചുകൊണ്ടുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷായി നീലു ബെഡിലേക്ക് വീണു. രാത്രിയിൽ ശിവ കുറേ ഫോട്ടോസ് അവൾക്ക് വാട്സാപ്പ് ചെയ്തു. പക്ഷേ നീലു സുഖ ഉറക്കത്തിലായിരുന്നു. എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി കഴിഞ്ഞു. അവളുടെ മുഖത്തെ സന്തോഷം അതെന്നും അതുപോലെ കാണണേ എൻ്റെ ഭഗവതി. അമ്മ നെഞ്ചിൽ കൈ ചേർത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ഓഫീസിൽ നിന്ന് വന്നു കണ്ട എല്ലാവർക്കും ശ്രാവണിനെ വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും തമ്മിൽ നല്ല ജോഡിയാണ്. എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കിയ സമാധാനമുണ്ട്. എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം കടന്നു വരുമെന്ന് ഞാൻ കരുതിയില്ല. അച്ഛൻ്റെ ആ പറച്ചിൽ നിരഞ്ജനും നീരജും ശരിവെച്ചു. അവൾക്ക് ചേരുന്നത് ശ്രാവൺ തന്നെയാണ്. രാവിലെ ഒരുപാട് വൈകിയാണ് നീലു എഴുന്നേറ്റത്. എഴുന്നേറ്റ പാടെ അവൾ വാട്സാപ്പ് ഓപ്പണാക്കി നോക്കി. ശ്രാവണിൻ്റെ ഒരുപാട് മെസ്സേജ് കിടപ്പുണ്ട്. ഓരോന്നായി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തലേ ദിവസം അവൾ പോലും അറിയാതെ എടുത്ത അവളുടെയും ശ്രാവണിൻ്റെയും കുറേയധികം ഫോട്ടോസ്, അതെല്ലാം ശ്രാവണിൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് അവൻ എടുപ്പിച്ചതാണെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ആ ഫോട്ടോകൾക്കിടയിലാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴുള്ള ആ ഫോട്ടോ നീലു ശ്രദ്ധിച്ചത്. രാവിലെയാണ് ഓർത്തത് അത്യാവശ്യമായി കോയമ്പത്തൂർ വരെ പോകുന്ന കാര്യം. അതുകൊണ്ട് നേരത്തെ റെഡിയായി കാറിലേക്ക് കയറുമ്പോഴാണ് നീലുവിൻ്റെ കോൾ. ഹലോ ശിവേട്ട, എവിടെയാ? നീലു, ഞാൻ അത്യാവശ്യമായി കോയമ്പത്തൂർ വരെ പോവുകയാണ്. എൻഗേജ്മെൻറ്റിൻ്റെ ലീവിലായിരുന്ന കാരണം 1-2 വർക്കുകൾ പെൻഡിങ്ങിലുണ്ട്. കോയമ്പത്തൂർ ഫാക്ടറിയിൽ ചെന്ന് പ്രൊഡക്ഷൻ നോക്കണം, മെറ്റീരിയൽ കളക്ട് ചെയ്യണം. അങ്ങനെ. ഓക്കെ, ശിവേട്ടൻ തിരക്കിലാണെങ്കിൽ ഞാൻ പിന്നീട് വിളിക്കാം. അവൾ വേഗം ഫോൺ കട്ടാക്കി. രാവിലെ ഫോട്ടോസ് കണ്ടതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷേ ശിവൻ അത്യാവശ്യ തിരക്കിലായിരുന്നെങ്കിൽ അതുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം നീലുവിനുണ്ടായിരുന്നു. വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ, സോറി ഡിയർ, ഞാൻ ഫ്രീ ആയാൽ ഉടനെ വിളിക്കാം. എൻ്റെ പെണ്ണിനെ 1-2 ഇമോജിയും കൂടി അതിൻ്റെ പിന്നാലെയുണ്ട്. അത് കണ്ടപ്പോൾ സങ്കടമെല്ലാം എവിടെയോ പോയതെന്നറിയില്ല. ഇത്രയും സില്ലിയായിരുന്നു നീലു നീ? സ്വയം ചോദിച്ചു പോയി. അല്ല, ശിവേട്ടൻ്റെ പ്രണയമാണ് തന്നെ ഇങ്ങനെയാക്കിയത്. ഏത് തിരക്കിനിടയിലും തൻ്റെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ആ മനുഷ്യൻ്റെ കഴിവ്. ഇപ്പോൾ ശ്രാവൺ എന്ന ഗ്രഹത്തെ ചുറ്റി സഞ്ചരിക്കുന്ന ഉപഗ്രഹമായി മാറിയിരിക്കുന്നു നീലു. മൊബൈൽ മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് അല്പനേരം കൂടി അങ്ങനെ കിടന്നു. കാലുകൾ പിണച്ച് വെച്ച് കൈവിരലിൽ താളം പിടിച്ച് ചുണ്ടിൽ പാട്ടിൻ്റെ ഈരടികൾ മുഴങ്ങിക്കേട്ടു. 2 ദിവസം പോയത് തന്നെ സത്യയും നന്ദുവും അറിഞ്ഞതേയില്ല. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ നന്ദുവിന് ഇരുവരും ഒന്നായതിലുള്ള സന്തോഷം അച്ഛനെയും അമ്മയെയും വിട്ടുവരുന്നതിലെ വിഷമവുമായിരുന്നു. യാത്രയിൽ കാറിനുള്ളിൽ മുഴങ്ങിക്കേട്ട പ്രണയഗാനങ്ങൾ സത്യ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മാനസികാവസ്ഥയും സത്യയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളെ കൂളാക്കാനായി സത്യ അവളുടെ ഇടം കൈയിൽ കൈ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ മൂടിക്കെട്ടിയ മുഖവുമായി ഇരുന്നാൽ എനിക്കത് സങ്കടമാവില്ലേ പെണ്ണേ? നമുക്ക് ഇനിയും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകാമല്ലോ. തൻ്റെ സങ്കടം സത്യയെ ബാധിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നന്ദു ഓക്കെയായി. ദിവസങ്ങൾ മെല്ലെ മാറ്റമില്ലാതെ കടന്നുപോയി. ഇതിനിടയിൽ മാർത്താണ്ഡൻ ഡോക്ടർ ചെക്കപ്പിന് വന്നു. സത്യയെ ചെക്കപ്പ് ചെയ്തു. ഇപ്പോൾ ബോഡി കണ്ടീഷൻസ് ഓക്കെയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ പലതും മാറ്റി എഴുതി. പിന്നെ ഓർമ്മയുടെ കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ശ്രീനന്ദ, സുഖമല്ലേ?
മാർത്താണ്ഡൻ ഡോക്ടർ സ്നേഹത്തോടെ അവളുടെ കവിളിൽ തലയോടി. സത്യയ്ക്ക് ഇത്രയും വലിയ റിക്കവറി എളുപ്പമായത് നീ അരികിലുള്ളത് കൊണ്ട് തന്നെയാണ്. നിന്റെ സ്നേഹത്തോടു കൂടിയുള്ള ചികിത്സ തന്നെയാണ് അവൻ്റെ ഈ മാറ്റത്തിന് കാരണം. പക്ഷേ എപ്പോഴും മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ തിരികെ വരുമ്പോൾ അവിടെ ചിലപ്പോൾ നീ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്തിനും നമ്മളുടെ മനസ്സ് പാകമായിരിക്കണം. സത്യയുടെ ഓർമ്മകൾക്ക് ഇപ്പോൾ മാറാല പിടിച്ചതുപോലെയാണ്. ചിലപ്പോൾ അത് എന്നെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ ആ മാറാലകൾ മാറി എല്ലാം പഴയതുപോലെയാകും. ചില സാഹചര്യങ്ങൾ ഒത്തുചേർന്ന് വന്നാൽ പഴയ ഓർമ്മകൾ അയാളിൽ തിരികെ വരും. ഡോക്ടർ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ അവളുടെ ഉള്ളിലെ ചുട്ടു പൊള്ളിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മകൾ മാറാലയിൽപ്പെട്ട് കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചില രൂപങ്ങൾ തെളിഞ്ഞു വരുമെന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു വ്യക്തതയുമില്ല. ആ ഓർമ്മകളിൽ നീലിമയുടെ മുഖം മിന്നിത്തിളങ്ങി വന്നു കഴിഞ്ഞാൽ, എല്ലാം തനിക്ക് അറിയാമായിരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ഓർത്തപ്പോൾ തന്നെ പെരുവിരലിലൂടെ ഭയം അരിച്ചു കയറി. ശരീരം പൂങ്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി. മോളെ, മുത്തശ്ശൻ്റെ വിളി കേട്ട് നന്ദു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നീ ഇത് എന്താലോചിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നേ? കുറേ നേരമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. ഈറനണിഞ്ഞ കണ്ണുകളെ മുത്തശ്ശനിൽ നിന്നും മറച്ചു പിടിച്ചു. ഏയ്, ഒന്നുമില്ല മുത്തശ്ശ. അതൊന്നുമല്ല, എന്തോ ഉണ്ട്. മുഖം എന്താ വല്ലാതിരിക്കുന്നത്? മുത്തശ്ശനോട് കാര്യം പറ. മാർത്താണ്ഡൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവൾ മുത്തശ്ശനോട് പറഞ്ഞു. ഏട്ടൻ എന്തെങ്കിലും നീലിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ തിരിച്ചു കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അക്കാര്യം അറിയാമായിരുന്നു എന്നറിയുമ്പോൾ എന്നെ വെറുക്കില്ലേ മുത്തശ്ശ? കേട്ടപ്പോൾ മുത്തശ്ശൻ്റെ നെഞ്ചിലും ഒരാളലുണ്ടായി. പക്ഷേ അദ്ദേഹം അത് അവളുടെ മുന്നിൽ കാട്ടിയില്ല. എന്തിനാ നീ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ആ കുട്ടിയുടെ ബന്ധുക്കളല്ലേ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയത്. അല്ലാതെ ഇക്കാര്യത്തിൽ നമ്മൾ ആരും തെറ്റുകാരല്ല. ഇതെന്താ മുത്തശ്ശനും കൊച്ചുമോളും മാറി നിന്ന് സംസാരിക്കുന്നത്? സത്യ ആ ഭാഗത്തേക്ക് വന്നു. ഒന്നുമില്ല ഏട്ടാ, ഞങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു. അതെന്താ ഞാൻ അറിയാത്ത ഓരോരോ കാര്യങ്ങൾ? അതല്ലടാ, മോള് പണ്ട് മാർത്താണ്ഡൻ ഡോക്ടർ ഹോസ്പിറ്റലിലല്ലേ വർക്ക് ചെയ്തിരുന്നത്? വീണ്ടും ജോയിൻ ചെയ്തൂടെ എന്ന് ഡോക്ടർ ചോദിച്ചു. അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. വേണ്ട വേണ്ട, അത് ശരിയാകില്ല. ഹോസ്പിറ്റലിൽ ഇനി ജോലി വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നീ പോകണ്ട. അത് പറഞ്ഞുകൊണ്ട് സത്യ അകത്തേക്ക് പോയി. ഞാനതിന് ജോലിക്ക് പോകുന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞേ? അത് ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടതല്ലേ അവൻ്റെ മനസ്സിൽ പറയാൻ. വിവാഹം ഇങ്ങടുത്തു, ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല. രാവിലെ അമ്മ പരാതി തുടങ്ങി. ഇൻവിറ്റേഷൻ ലെറ്റർ പോലും കിട്ടിയില്ല. എന്തുമാത്രം സ്വന്തക്കാരെയും ബന്ധുക്കളെയും അമ്മ വിളിക്കാനുള്ളത്? ഒരാളെ വിളിച്ച് ഒരാളെ വിളിക്കാതിരുന്നാൽ പിന്നെ അത് മതി. ഇവിടെ മാത്രമാണോ? തെക്കോട്ടും വടക്കോട്ടുമായി എത്തും. എന്തുമാത്രം ആൾക്കാരാണ്. ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു പരാതിയാകും. നീ ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം തന്നെ ഇൻവിറ്റേഷൻ കൈക്ക് കിട്ടും. വിക്രമൻ ഭാര്യയെ അനുനയിപ്പിക്കാൻ വേണ്ടി പറയുന്നു. സ്വർണ്ണം ഇപ്പോൾ തൊട്ടാൽ പൊള്ളും. എങ്ങനെ വാങ്ങും? വിക്രമൻ പറഞ്ഞു. സ്വർണത്തിൻ്റെ പൊള്ളുന്ന ആ വിലയൊന്നും പെൺകൊച്ചിൻ്റെ കല്യാണം വന്നു കഴിഞ്ഞാൽ പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റുമോ? പിന്നെ എൻ്റെ കുറേ ഗോൾഡ് ലോക്കറിലുള്ളത് കൊണ്ട് ആവശ്യമുള്ളത് അവൾ എടുത്തതിന് ശേഷം ബാക്കി വേണമെങ്കിൽ വാങ്ങാം. എല്ലാം പഴയ മോഡലുകളായിരിക്കും. ഇനി അവൾക്ക് ഫാഷൻ വേണമെങ്കിൽ അങ്ങനെയുള്ളത് കുറച്ച് മാറ്റിയെടുക്കാം. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ മോൾ ഇങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന്. എന്തുമാത്രം വേദനിച്ചു എൻ്റെ കുട്ടി. ഇത് ഓർത്ത് എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരു പരിധി കഴിഞ്ഞപ്പോൾ മറന്നു കാണും. അതാണ് നല്ലതെന്ന് അവൾക്കും തോന്നിക്കാണും. എന്തായാലും ശ്രാവൺ അവൻ മിടുക്കനാണ്. അപ്പച്ചിക്കും അവളെ വലിയ ഇഷ്ടമാണ്. ഇന്ന് തങ്കമണി വിളിച്ചിരുന്നു ഡ്രസ്സ് എടുക്കാൻ ഒന്നിച്ചു പോകാമെന്ന്. എന്താ മക്കളെ, അത് പോരെ? മതിയച്ച, ഞങ്ങൾക്ക് സമ്മതമാ. അതുപോട്ടെ, എവിടെ നീലു? ആരൊക്കെയോ ഫ്രണ്ട്സിനെ വിളിക്കാൻ ശിവനെയും കൂട്ടി പോയിരിക്കുകയാണ്. കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് ഏത് നേരം കറക്കമാണ് രണ്ട്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രാവണും നീലുവും അകത്തേക്ക് കയറി വന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.